സമയം എപ്പോഴും കുറവായിരിക്കില്ലേ? സമയം ഒരിക്കലും നമുക്ക് വേണ്ടി കാത്തിരിക്കില്ല. നമ്മൾ സമയത്തിന് നമുക്ക് മതിയായ രീതിയിൽ ഉപയോഗിച്ച് നമ്മളെ സ്വപ്നങ്ങൾ, നമ്മളെ വലിയ വലിയ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മളതിനെ ഉപയോഗിക്കണം. എന്നാലേ അതിനൊരു വാല്യൂ ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം അശ്വതി. ഞാനൊരു അമ്മയാണ്. അതിന് പുറമെ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ദിവസം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു ദിവസം മുഴുവനായിട്ടൊന്നുമില്ല കേട്ടോ. രാവിലെ 6 മണി മുതലാണ് ഇവിടെ എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത്. നിങ്ങളും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കില്ലേ? 6 മണിക്ക് നീച്ച് പണികൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല എന്നുള്ളത് അറിയാം. ഇതിൻ്റെ ഇടയിൽ നമുക്ക് നമ്മളെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാനൊന്നും നേരം ഉണ്ടാവില്ല. എങ്ങനെ ഇരുന്നാലും ഒരു 5 മിനിറ്റ് നമുക്ക് വേണ്ടി നമ്മൾ മാറ്റി വെച്ചേ പറ്റുള്ളൂ. കാരണം സ്വന്തം പരിചരണം പോലും ഒരാഡംബരമായി തോന്നും നമുക്കതിന് പോലും സമയം ഉണ്ടാവില്ല മാറ്റിക്കാൻ. എന്നാലും നമ്മളൊന്ന് ഓക്കെയാക്കാൻ, നമ്മളൊന്ന് കാമാക്കാൻ നമുക്കിതൊക്കെ പറ്റുള്ളൂ. ചെറുതായിട്ടൊന്ന് ഫേസ് വാഷൊക്കെ ചെയ്ത് ചെറിയൊരു ഹെഡ് മസാജും ചെയ്ത് നമുക്കിന്ന് നേരെ കിച്ചണിലേക്ക് പോവാം. ഇപ്പോൾ ഈ ഇടയായിട്ട് നല്ല ക്ഷീണവും തളർച്ചയുണ്ട് കേട്ടോ. ബ്ലഡ് ലെവലൊക്കെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് കേട്ടോ ഇപ്പോൾ ഈ മാതിരി പണിയൊക്കെ കാണിക്കുന്നത്. അല്ല, ആഡംബരമായിട്ടും ആർഭാടമായിട്ടൊന്നും ആരും എടുക്കരുത്. അങ്ങനെ ഹെൽത്ത് ശ്രദ്ധിക്കുന്ന ഒരു കൂട്ടത്തിലേ അല്ല കേട്ടോ ഞാൻ. നമ്മളെ ബോഡി അതിനുള്ള സിഗ്നൽ തരുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ ശ്രദ്ധിച്ച് പോവും. കാരണം നമ്മളിപ്പോൾ ഒറ്റയ്ക്കല്ലല്ലോ, എൻ്റെ കുഞ്ഞു മക്കളില്ലേ, അവരെ കാര്യം കൂടെ നോക്കണ്ടേ, പിന്നെ എല്ലായിടത്തും ഓടിയെത്തണ്ടേ. അപ്പോൾ ഞാൻ ഒരു 3-4-5 ഉണക്കമുന്തിരിയും ബദാമും ഒക്കെ വെള്ളത്തിൽ കുതിർത്തിട്ട് ഒരു 1 വീക്ക് അത് ഫോളോ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് നേരെ നമ്മൾ അടുക്കളയിലോട്ട് ചെന്ന് കഴിഞ്ഞിട്ട് തീ കത്തിച്ച് അരി അടുപ്പത്തിട്ടിട്ടാവാം ബാക്കി പണി. കാരണം ബാക്കി പണികളൊക്കെ കഴിയുമ്പോഴേക്കും നമ്മൾ ചോറ് വെന്ത് ഏകദേശം സെറ്റായിട്ടുണ്ടാവും. പിന്നെ ഇതാ നല്ലൊരു പാൽ ചായയും കുടിച്ച്, ഇതിന് മുമ്പ് എങ്ങനെയാണെങ്കിലും 2-3 ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടുണ്ടാവും. നമ്മൾ എങ്ങനെയാണല്ലോ മസ്റ്റായിട്ട് ഈ ചൂടത്ത് നല്ല രാവിലെ നിൽക്കുമ്പോൾ ചെറിയൊരു ചൂടുവെള്ളം കുടിക്കുന്നത് നമ്മളെ ബോഡി ഒന്ന് എനർജറ്റിക് ആവാൻ വേണ്ടി നല്ലതാട്ടോ. അപ്പോൾ എല്ലാവരും അതൊന്നും ഫോളോ ചെയ്യാൻ മറക്കരുത്. ഇതാ കുട്ടിക്കുറുമ്പന്മാർക്കുള്ള ചായയൊക്കെ ചൂടാറാൻ വെച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ എന്താ ചേട്ടൻകൂട്ടം സൈക്കിൾ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ദേഷ്യത്തിന് അനിയൻകൂട്ടം പിന്നാലെ ഓടിയെത്തിയിട്ടുണ്ട് കേട്ടോ. നിങ്ങളെ വീട്ടിലുണ്ട് ഇതുപോലെയൊക്കെ കുറുമ്പ് കാണിക്കുന്നവർ? അപ്പോൾ ഇതാ നമുക്ക് ലഞ്ചിൻ്റെ കാര്യം നോക്കണം, ബ്രേക്ക്ഫാസ്റ്റ് നോക്കണം, അതിൻ്റെ പുറമെ ഈ കടുകുമണികളെ കാര്യങ്ങളും കൂടെ നോക്കണം കേട്ടോ. അപ്പോൾ അവന് കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് കൊടുത്തിട്ട് ഇതാ അവൻ അവിടെയും ഇവിടെയും ഒക്കെ ഏകദേശം അതൊക്കെ കളഞ്ഞിട്ടേക്കായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അകമൊക്കെ അടിച്ചു വാരി ക്ലീനാക്കി തുടച്ച് നേരെ പോയത് വാഷിംഗ് മെഷീനിൽ തുണിയിട്ട് അതൊന്ന് കഴുകിയെടുക്കാനാണ്. അതിനുശേഷം മക്കളെ രണ്ടാളൊന്ന് പുറത്തിട്ടിട്ട് റൂമൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ടു. അപ്പോഴേക്കും എന്താ മാമൻ അവർക്ക് കരിക്കൊക്കെ വെട്ടി കൊടുക്കുക കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല കേട്ടോ നമ്മളെ കാര്യങ്ങൾ. ഒരു വർക്കിംഗ് മദറായിട്ട് ഒരു ദിവസം ഈസിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പക്ഷേ അത് നമ്മൾ എത്രത്തോളം ഈസി ആക്കാൻ പറ്റുന്ന കേട്ടോ ഇപ്പോൾ നോക്കുന്നത്. നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ അത്രയും എഫേർട്ട് ഇല്ലാതെ തന്നെ ചെയ്യുക. കാരണം നമ്മൾ ഒരുപാട് സ്ട്രെസ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോയി കഴിഞ്ഞാലും ബുദ്ധിമുട്ടാട്ടോ. അപ്പോൾ മാക്സിമം പറ്റുന്ന പോലെ തന്നെ തലേന്നൊക്കെ ചെയ്ത് വയ്ക്കുക, അല്ലെങ്കിൽ സൺഡേസിലൊക്കെ ചെയ്ത് വയ്ക്കുക. പിന്നെ നമ്മൾ കിച്ചണൊക്കെ നല്ല ഡീപ്പ് ക്ലീൻ ചെയ്ത് തുടച്ചിട്ടിട്ടുണ്ട് കേട്ടോ, തുണിയൊക്കെ കഴുകാനിട്ടു. പിന്നെ ഇതാ ഇവന്മാരെ രണ്ടാളെയും പല്ല് തേപ്പിച്ച് കുളിപ്പിച്ച് എടുത്തുകൊണ്ട് വരാൻ എങ്ങനെയാണെങ്കിലും ഒരു 1/4 മണിക്കൂർ പോകും കേട്ടോ. അതിന് വേണ്ടിയുള്ള ടൈമും കൂടെ കണ്ടിട്ട് വേണം നമ്മൾ രാവിലെ നീക്കാൻ. നമ്മളെപ്പോഴും നമ്മളെ കാര്യം മറന്നു പോകും. പക്ഷേ നമ്മൾ മറക്കാത്തൊരു കാര്യമുണ്ട്, അത് നമ്മളെ മക്കളെ കാര്യമാണ്. നമ്മൾ കഴിച്ചില്ലേ, നമ്മൾ വെള്ളം കുടിച്ചില്ലേ ഒന്നും നമ്മൾ നോക്കില്ല. പക്ഷെ അവരെ ഹാപ്പി ആക്കിയിരിക്കാൻ, അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് അവരെ വയറ് നിറച്ച് അവരെ സന്തോഷത്തോടെ ഇരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനമാണെന്നുണ്ടെങ്കിൽ പല ദിവസങ്ങളിലും ഞാൻ ഫുഡ് കഴിക്കാതൊക്കെ ആവുകൊണ്ട് പോകുന്നത്. പക്ഷെ എന്നാലും എനിക്ക് സമാധാനമാണ്. എൻ്റെ മക്കൾ കഴിച്ചല്ലോ, അവരെ കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റായിട്ട് ചെയ്ത് വെച്ചിട്ട് വന്നതെന്ന് നോക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എനിക്ക് ചെയ്യുന്ന ജോലിയിൽ ഒന്നും കൂടെ പെർഫെക്റ്റായിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ. ഒരു അക്കൗണ്ടൻ്റ് എന്ന നിലയിൽ ഭയങ്കര ടെൻഷൻ അടിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ നമ്മൾ മക്കളെ കാര്യം കൂടെ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വിളിച്ച് നോക്കും കേട്ടോ. ഞാൻ രാവിലെ 2 ഇപ്പോൾ വാരി കൊടുക്കാറാണ്. ആദ്യമൊക്കെ ഞാൻ ജോലിക്ക് പോകാത്ത സമയത്ത് 2 ഒറ്റയ്ക്ക് കഴിക്കാനായിരുന്നു കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ അവർ കുറച്ച് കഴിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിലും ഇടയ്ക്ക് കൊണ്ട് കൊടുക്കുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കൊടുക്കുമ്പോൾ അവർ വയറ് നിറയുന്നുള്ളത് എൻ്റെ ഒരു സമാധാനമാണ്. ഇപ്പോൾ അതിനൊന്നും നേരമില്ലാത്തതുകൊണ്ട് അവരെ വയറ് നിറച്ച് ഞാൻ വാരി കൊടുത്തു കഴിഞ്ഞാൽ അവരറിയില്ല കഴിക്കുന്നത്. അപ്പോൾ ഞാൻ ആ എടുത്ത ഫുഡ് മുഴുവൻ 2 ഏകദേശം എങ്ങനെയും ഫില്ല് ചെയ്തിട്ടുണ്ടോ. അത് കഴിഞ്ഞ് ഞാനും കുളിച്ച് പെട്ടെന്ന് റെഡിയായി പോകാനുള്ള പരിപാടിക്ക് നോക്കാം കേട്ടോ. അപ്പോൾ സോക്സൊക്കെ ഇട്ട് ഷൂ ഒക്കെ ഇട്ടിട്ട് പോകാൻ വേണ്ടി ഞാൻ നോക്കുക. അപ്പോൾ അതാ ഞാൻ തന്നെ ഒന്ന് ക്യാമറേൻ്റെ മുന്നിൽ നോക്കിയിട്ട് ചെറുതായിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. എന്തോ അങ്ങനെയൊക്കെ തോന്നി. പിന്നെ കണ്ണട നമുക്ക് നിർബന്ധമാണല്ലോ, വണ്ടി ഓടിക്കുമ്പോൾ നിർബന്ധമായിട്ടും കണ്ണട വയ്ക്കും. പിന്നെ സിസ്റ്റം യൂസ് ചെയ്യുമ്പോഴും
പിന്നെ ഇന്ന് രാവിലെ തൊട്ട് ചെറിയ ചെറിയ തലവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും എൻ്റെ കൂടപ്പിറപ്പിനെ പോലെ ഞാൻ കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ടു. അല്ലാതെ നടക്കില്ല, കാരണം തലവേദന കൂടിക്കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം ഫുള്ള് ഡ്രോപ്പാവും. അങ്ങനെ പറ്റൂല. എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്തിനാ ഇത്ര ചെറുപ്പി കുട്ടികളെ ഇട്ടിട്ട് ഞാൻ ജോലിക്ക് പോകണേ എന്നുള്ളത്. ബട്ട് ഞാൻ അവരെ ഏറ്റവും സേഫായ സ്ഥലത്ത് കൊണ്ടാക്കിയിട്ടാണ് ഞാൻ പോകുന്നത്. അവരെ അമ്മേൻ്റെയും അനിയൻ്റെയും അച്ഛൻ്റെയും അടുത്തൊക്കെ അവർ ഒരുപാട് ഹാപ്പിയാണ്, സേഫാണ്. എനിക്കും വിഷമമുണ്ട്, പക്ഷേ നാളേക്ക് വേണ്ടി ഇന്നേ തുടങ്ങിയാലല്ലേ ഇതാക്കുള്ളൂ. സമയം അത് നമുക്ക് വേണ്ടി ഒരിക്കലും കാത്തു നിൽക്കില്ല. നമ്മളതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് കറക്റ്റായ ടൈമിൽ എല്ലാം ചെയ്ത് തീർത്തു എന്നുള്ളൊരു സംതൃപ്തി വരുള്ളൂ. നമുക്ക് നമ്മുടെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരാളെ മുന്നിലും കൈനീട്ടേണ്ടി വരില്ല. ഞാനിപ്പോൾ ജോലിക്ക് ഇറങ്ങിയിട്ട് ഒരു 5-6 മാസം ആവുന്നു. എനിക്ക് ഓരോ മന്തും എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. എൻ്റെ മക്കൾക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ തന്നെ ഒരു ഹാപ്പിനെസ്